ഒരാൾ CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശത്രുവാണെങ്കിൽ അയാളെ മറ്റൊന്നും നോക്കാതെ കണ്ണുമടച്ചങ്ങ് പിന്തുണയ്ക്കുക എന്നത് തന്നെയാണ് പണ്ട് മുതൽക്കേ കോൺഗ്രസുകാരുടെ ഒരു ശീലം. ആ ശീലം ഇനി എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലും കോൺഗ്രസുകാർ മാറ്റിവെക്കാനും പോകുന്നില്ല. അതുതന്നെയാണ് നിലമ്പൂരിൽ PV അൻവറിന്റെ അറസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഓഫീസ് അടിച്ചു തീർത്ത് പൊതുമുതൽ നശിപ്പിച്ച കേസിലാണ് PV അൻവറിനെതിരെ പോലീസ് കേസെടുത്തതും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതും. അതിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ ഇപ്പോൾ പറയുന്നത് എന്തെന്നറിയണ്ടേ? പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ PV അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നാണ് K സുധാകരൻ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്. പൊതുപ്രവർത്തകനും MLA-യുമാണ് PV അൻവർ എന്ന് K സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു. പിടിയിട്ട പുള്ളിയല്ല, അറസ്റ്റിന് പോലീസ് അമിത വ്യഗ്രത കാണിച്ചു. CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് അടച്ച് സ്റ്റേജ് കെട്ടിയപ്പോൾ അന്ന് കേസെടുക്കാൻ പോലീസ് മടിച്ചു. ഇതൊക്കെയാണ് K സുധാകരന്റെ ആരോപണങ്ങൾ. തിരുവനന്തപുരത്ത് റോഡടച്ച് സ്റ്റേജ് കെട്ടിയ പാർട്ടി പ്രവർത്തകർ നാട്ടുകാർക്ക് നേരെ അക്രമമൊന്നും അഴിച്ചുവിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഉൾവനത്തിൽ ഒരു ആദിവാസിയെ ആന ചവിട്ടിക്കൊന്നതിന്റെ പേരിൽ വനം വകുപ്പിന്റെ ഓഫീസ് അടിച്ചു തകർക്കുക എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് PV അൻവറും കൂട്ടരും നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. ഇനി PV അൻവർ MLA അല്ല, ഒരു സാധാരണ നാട്ടിലെ ഗുണ്ടയാണെങ്കിൽ പോലും പോലീസ് അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ടും PV അൻവറിന് വേണ്ടി K സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ കരഞ്ഞു തുടങ്ങി. കാരണം PV അൻവർ ഇന്നല്ലെങ്കിൽ നാളെ UDF-ലേക്ക് വരേണ്ട ആളാണ്. മറ്റാർക്കും UDF അൻവറിനെ വിട്ടുകൊടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് PV അൻവറിനെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഭരണകൂട ഭീകരതയാണെന്ന്. ഇതിൽ എന്താണ് ഭരണകൂട ഭീകരതയെന്ന് രമേശ് ചെന്നിത്തല ഒന്നുകൂടി ഇന്ന് വ്യക്തമാക്കണം. പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസ് രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ തക്കമുള്ള വലിയ പ്രശ്നമല്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ന്യായീകരണം. അടച്ചിട്ടിരുന്ന ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർത്ത് അതിനുള്ളിലെ സർക്കാർ സാമഗ്രികൾ തച്ചുടച്ചതിനാണ് അക്രമികളുടെ ഭീകരത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തതും. ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു എന്ന കേസിൽ തന്നെയാണ് PV അൻവർ MLA-ക്ക് ജാമ്യം നിഷേധിച്ചതും. അത് പോലീസല്ല നിഷേധിച്ചത്, കോടതിയാണ്. അതുകൊണ്ട് തന്നെയാണ് PV അൻവർ MLA-യെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും തവനൂർ സബ് ജയിലിലേക്ക് മാറ്റിയതും. അൻവറിന്റെ ഒതായിലെ വീട്ടിന് പുറത്ത് വൻ സന്നാഹം ഒരുക്കിയ ശേഷമാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച രാത്രി കർലായി ഉൾവനത്തിൽ മണിയെന്ന ആദിവാസിയെ കാട്ടാന അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് PV അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധക്കാർ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് DFO ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിക്കുകയായിരുന്നു. ഇതിനെയാണ് നമ്മൾ പൊതുമുതൽ നശിപ്പിക്കുകയെന്നും ജനങ്ങളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നും നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനും 4 അനുയായികൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. ഇതിലാണിപ്പോൾ K സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും കള്ളക്കണ്ണീര്. ഇനി മുസ്ലിം ലീഗിന്റെ വക കണ്ണുനീര് നേരം പുലരുമ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.